മറ്റു വാർത്തകളിലേക്ക് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമെന്ന നിഗമനത്തിൽ പോലീസ്. ഡോക്ടർ റാമിന്റെ അധിക്ഷേപവും ലോൺ ആപ്പിന്റെ ഭീഷണിയും നിതിനെ സമ്മർദ്ദത്തിലാക്കി. മരണത്തിന് തൊട്ടു മുൻപുള്ള നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നിതിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാലയും അന്വേഷണം തുടങ്ങി. ഓൺലൈൻ ആപ്പ് ലോണിന്റെ പേരിൽ നിതിൻ ജീവനൊടുക്കില്ലെന്ന് സഹോദരി നിഖിത ആവർത്തിച്ചു. എല്ലാവരും ചേർന്ന് നിതിനെ കൊന്നതാണെന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും നിഖിത പറഞ്ഞു. ആപ്ലോന്റെ പേരിലല്ല കാര്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലുണ്ട്. അവ എടുത്തിട്ടുള്ള അവൻ്റെ സിബിൽ സ്കോർ പോലും ഞാൻ ചെക്ക് ചെയ്തു. എല്ലാവരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ പോകും. അവന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളും കാണത്തില്ല ഈ ലോകത്ത്. ഞങ്ങളിനി ജീവിക്കൂല, അത് ഉറപ്പാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ് റഹ്മാനും കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരും ചേരുകയാണ്. ആദ്യം ആഷിഖിലേക്ക്. ആഷിഖ്, ഈ കുടുംബം പറയുന്നത് പോലെ ആപ്പ് ലോൺ എന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു ഭീഷണിയായി വരുമ്പോൾ പോലും അത് മറികടക്കാൻ പറ്റുന്ന ഒരു തുക മാത്രമാണ് നിതിൻ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരും ഈ കേസും തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. എന്തായാലും അന്വേഷണം തുടരും വരെ അത് പരിശോധിക്കുകയാണ്. അതോടൊപ്പം എന്തായാലും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് കുടുംബം പറയുന്നത്. തന്നെയാണ് കുടുംബം അറിയിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിൽ വലിയ അസംതൃപ്തി കുടുംബത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ പോലീസിന്റെ അന്വേഷണം അടക്കം ആദ്യഘട്ടത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണോ ഇത്തരത്തിൽ മരണത്തിലേക്ക് കാരണമെന്നുള്ള കാര്യം അന്വേഷിച്ചിരുന്നു. അതടക്കം കുടുംബത്തിന് വലിയ അസംതൃപ്തിയുണ്ട്. കാരണം അത്തരത്തിലൊരു പ്രശ്നത്തിന് വേണ്ടി ഈ നിതിൻ ആത്മഹത്യ ചെയ്യേണ്ട കാരണമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിതിൻ കുടുംബമായി പങ്കുവെക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ലോണുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നിതിനെ ഇവിടെ കുടുംബത്തിനെ അറിയിക്കാമായിരുന്നു. ഇനി അതല്ല, ഈ ഒരു ടീച്ചറെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ടീച്ചറുമായി നല്ല ബന്ധമാണ് നിതിനുള്ളത്. ആ ടീച്ചർക്ക് ഈ കുടുംബത്തെ ബന്ധപ്പെടാമായിരുന്നു. അത്തരത്തിലൊരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് അവസാനം ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. ഇതിലുള്ള ഒരു വിഷമം കൊണ്ട് തന്നെയാണ് ഇന്നലെ അവർ നേരിട്ട് പോയി DGPക്ക് ഈ അന്വേഷണം നടക്കുമ്പോൾ പൂർണ്ണമായും അത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ചുരുങ്ങരുതെന്ന കാര്യം കൂടി പറയുന്നത്. അല്പസമയം മുമ്പ് സംസാരിച്ച സഹോദരിയും വൈകാരികമായി തന്നെയാണ് സംസാരിച്ചത്. കാരണം ഇത്രയധികം ആ ജാതി അധിക്ഷേപം നേരിട്ട് ഒരു വിദ്യാർത്ഥി മരണത്തിനിടയാകുമ്പോൾ അത് ഇത്തരത്തിലൊരു ലോൺ ആപ്പിൻ്റെ കാരണമാണ് മരണമെന്ന കാര്യത്തിലേക്ക് ചുരുക്കരുത് എന്നുള്ള വൈകാരികമായി പ്രതികരണമാണ് അവർ പങ്കുവെച്ചത്. അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്ന കാര്യം അവർ സംശയിക്കുന്നുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ അവർക്ക് സംശയമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ മരണമെന്ന കാര്യം ചുരുക്കാൻ വേണ്ടി പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് അവർ എന്തായാലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എന്തായാലും ഇന്ന് രാവിലെ നിരവധി പേർ ഈ വീട്ടിലേക്ക് നിതിൻ്റെ വീട്ടിലേക്ക് ഇന്നും സന്ദർശനം എത്തിയിട്ടുണ്ട്. ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമലാണ് ഏറ്റവും അവസാനമായി എത്തിയത്. അദ്ദേഹം കൃത്യമായി വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണം നടത്തിയ ശേഷം ഈ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ അനുമതി തന്നെ ഇത്തരത്തിൽ കോളേജിൽ തുടരണമോ എന്ന കാര്യം തന്നെ സർവകലാശാല പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള വലിയ പരാതികൾ ഈ കോളേജിനെതിരെ ഉയരുന്നു. അതിനാൽ തന്നെ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു സമിതിയെ രൂപീകരിച്ച് 4-അംഗ സംഘം വന്ന് ഈ വീട്ടിൽ ഇവരുടെ എല്ലാം മൊഴിയെടുത്താണ്. ഈ വെള്ളിയാഴ്ചയോടുകൂടി അവരെത്തി കോളേജിൽ നിന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളെയും മൊഴിയെടുക്കും. ശേഷം ഈ പരിശോധിച്ച ശേഷം ഈ കോളേജ് തന്നെ തുടരണം എന്നൊരു കാര്യം പരിശോധിക്കുമെന്ന് തന്നെയാണ് VC നമ്മളോട് അറിയിച്ചത്. എന്തായാലും വലിയ അസംതൃപ്തി കുടുംബത്തിന് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയെ ചുരുക്കുന്ന ഈ മരണത്തെ ചുരുക്കുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് സഹോദരി നമ്മളോട് വ്യക്തമാക്കുന്നത്. രുചിഷ്. ആഷിഖ്, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ കൂടി ചേരുകയാണ്. നിഖിൽ, കണ്ണൂരിലാകട്ടെ അത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ പ്രതിഷേധത്തിലാണ്. അതോടൊപ്പം അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 പ്രതികളും നിലവിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. രുചീഷ, ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് മുന്നിലാണ്. അവിടെ ഇന്നലെ കണ്ടതാണ് വലിയ പ്രതിഷേധങ്ങൾ. യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി എത്തുന്നതും അത് പലതും അക്രമാസക്തമാകുന്നതുമൊക്കെ കണ്ടതാണ്. ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധം ഈ ഡോക്ടർ MK റാമിനെതിരെയാണ് ഇന്നത്തെ പ്രധാന പ്രതിഷേധം നടന്നത്. തലശ്ശേരി ചിറക്കുനിയിൽ ഡോക്ടർ റാമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഡെന്റൽ ക്ലിനിക്കാണ്. അതിന് മുന്നിലേക്കാണ് ഇന്ന് DYFI പ്രതിഷേധ പ്രകടനം നടത്തിയത്. അവിടെ ആ ക്ലിനിക്ക് താഴിട്ട് പൂട്ടുന്ന ഒരു പ്രതിഷേധമായിരുന്നു DYFI ഇന്ന് സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ ഈ ക്ലിനിക്കിന് മുന്നിൽ ജാതിവെറിയൻ്റെ കട പൂട്ടിച്ചു എന്നൊരു പോസ്റ്റർ കൂടി ഒട്ടിച്ചാണ് DYFI പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആ നിലയ്ക്ക് ഇപ്പോഴും ഈ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇനി പോലീസ് അന്വേഷണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് നിതിൻ രാജ് ജീവനൊടുക്കുന്നതിന് കാരണമായ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതിൽ ഈ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും പോലീസ് കൃത്യമായി കണ്ടെത്തലുകളിലേക്ക്
എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാർച്ച് മാസത്തിൽ വലിയ രീതിയിലുള്ള അപമാനം ഇത്തരത്തിൽ ഈ അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് നിതിൻ രാജിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി നിതിൻ രാജിൻ്റെ കൂടെ പഠിച്ച ആളുകളിൽ നിന്നുൾപ്പെടെ മൊഴിയെടുക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. 17-ാം തീയതിയോടുകൂടി ഈ വിദ്യാർത്ഥികൾ തിരിച്ച് കോളേജിലേക്ക് എത്തും. ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ അവരിൽ നിന്ന് ആ സമയത്ത് മൊഴി രേഖപ്പെടുത്തും എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഒപ്പം തന്നെ ഇന്നലെയും കുറച്ചധികം ഈ സീനിയേഴ്സ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു. കൂടുതൽ തെളിവുകൾ ഈ ജാതി അധിക്ഷേപം ഉൾപ്പെടെ നടന്നതിന് തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതാണ് ഈ ഡോക്ടർ റാമുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൽ നിന്നുണ്ടായ സമ്മർദ്ദമാണ് ഒന്നാമത്തെ കാരണമായി പോലീസ് കണ്ടെത്തുന്നത്. മറ്റൊന്ന് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കുടുംബം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ അതൃപ്തി അറിയിക്കുമ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം അത് ഈ ടീച്ചറുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപിക, ആ അധ്യാപിക നിതിൻ രാജുമായി വളരെ മാനസികമായി അടുപ്പം ഉണ്ടായിരുന്ന ഒരു അധ്യാപികയാണ്. അവർക്ക് ഇരുവർക്കും പരസ്പരം അങ്ങനെ ഒരടുപ്പം ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുന്നു. 9-ാം തീയതി 98 തവണയാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട സംഘം നിതിൻ രാജിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ഈ പണം തിരിച്ചടക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട്. സമാനമായ രീതിയിൽ 26 തവണ ഈ അധ്യാപികയുടെ ഫോണിലേക്കും ഈ സംഘത്തിൻ്റെ കോൾ വന്നിട്ടുണ്ട്. ഇതോടുകൂടി അധ്യാപിക പ്രിൻസിപ്പലിന് ഇക്കാര്യം അറിയിക്കുന്നു. പ്രിൻസിപ്പൽ ഈ നിതിൻ രാജിനെയും ടീച്ചറെയും അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഈ നിതിൻ രാജിൻ്റെ ഫോൺ ഉൾപ്പെടെ പിടിച്ചു വെച്ചു. അത് സൈബർ സെല്ലിന് കൈമാറാം, അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് നിതിൻ രാജിനെ. പക്ഷേ ഈ പ്രിൻസിപ്പലിൻ്റെ റൂമിലെ സംസാരങ്ങൾക്ക് ശേഷം നിതിൻ രാജ് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കരഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി സ്റ്റെയർ കേസ് കയറി പോകുന്നതും കെട്ടിടത്തിന് മുകളിലേക്ക് പോകുന്നതും എല്ലാം അടങ്ങിയ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിർണായകമായ അത്തരം വിവരങ്ങൾ കൂടി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിലെ എല്ലാ സാധ്യതകളും, നിതിൻ രാജയെ ജീവനൊടുക്കാൻ കാരണമായ അല്ലെങ്കിൽ മാനസികമായി നിതിൻ രാജിനെ തകർത്ത എല്ലാ കാരണങ്ങളും എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നിലവിൽ ഈ 3 സാധ്യതകളും ഉണ്ട് എന്നതാണ് പോലീസിൻ്റെ ഒരു അനുമാനമായി നിലനിൽക്കുന്നത്. മറ്റൊന്ന്, രുചീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതികളെ ഇപ്പോഴും പിടികൂടാനായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർ റാമും ഒപ്പം തന്നെ സംഗീത നമ്പ്യാറും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ ഫോണുകൾ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്നതാണ് പോലീസിന് നിലവിൽ ഉള്ള വിവരം. ഏതായാലും ഇവരുടെ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇവർ കടന്നേക്കുമെന്ന സൂചന കൂടി ഈ ഘട്ടത്തിലുണ്ട്. ശരി.